ഉച്ചവരെ ഭഗവാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിച്ച് ഈ വരം എനിക്ക് തന്നതിനുള്ള നന്ദി അറിയിക്കണം. എന്റെ പ്രാണം പോകുവോളം എന്റെ കൂടെ കാണണേന്ന് യാചിക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നേ? എങ്കിലേ എനിക്കുള്ള സമ്മാനം എന്താ? ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി വരിക നമ്മുടെ കുടുംബത്തില്. ഇന്ന് എന്റെ പ്രാർത്ഥനയിലുള്ള മറ്റൊരാള് പ്രണവ. ഈ ചേട്ടനോട് അവന് പണ്ടുണ്ടായിരുന്ന സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. എന്തെങ്ങനെ നോക്കി നിൽക്കുന്ന മോന്? വേഗം കുളിച്ച് ഓഫീസിൽ പോവാൻ നോക്ക്. ഞാൻ പോയിട്ട് വരാം. എന്താ ഇന്നത്തെ ദിവസം എന്നെ അരിയിൽ നിന്ന് വിടാനേ തോന്നുന്നില്ല. ഞാനുണ്ട്, എപ്പോഴും കൂടെ ഉണ്ട്. ലവ് യു സോ മച്ച്. പോയിട്ട് വാ. അതെ, വൈകുന്നേരത്തെ ഗിഫ്റ്റ് മറക്കണ്ട. ബൈ. ആഹാ, നീ ഇതെവിടെ രാവിലെ പോന്നു? അതെ, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ഉച്ചവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? ആ, ഇന്ന് എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു. അതെന്താ അങ്ങനെ? ഇന്നേ അമ്മയുടെ മോനെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം. ആ, ഈ ദിവസം എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. അയ്യടി, സ്വന്തം കാര്യം വന്നപ്പോ അവളുടെ സ്വാർത്ഥത കണ്ടില്ലേ? വെറുതെ അല്ല, പെണ്ണെ കണ്ടിട്ട് ഒരു മാറ്റമുണ്ട് മൊത്തത്തില്. എന്ത് മാറ്റം? അല്ല, മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ട്. അതങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്. എന്നാ ആയിക്കോട്ടെ, ഇനി നിന്ന് സമയം കളയണ്ട, പോയി തൊഴുതിട്ട് വാ.